ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്നൊരു ചക്ക കൊണ്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചക്ക പഴുക്കാത്ത ചക്കയാണ്, അത് വെച്ചിട്ട് റെസിപ്പി ഉണ്ടാക്കാം. ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം, അടുപ്പിൽ കൊണ്ടുവയ്ക്കാം. പപ്പിക്കുട്ടികളെ തുറന്നു വിട്ടാൽ കണ്ടോ, മണ്ണ് തിന്നു അസലായിട്ട്. അടുപ്പ് ഞാൻ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്, വലിയൊരു വിറകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പീസാക്കി എടുക്കണം. ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല കട്ടിയുള്ള ചക്ക അതാണ് കേട്ടോ. കണ്ടോ, അതിൽ ചവളയൊക്കെ കണ്ടോ, പഴുത്തിട്ടൊന്നുമില്ല. ഇത് വേവിച്ചാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മാവ് പോലെ നല്ല ടേസ്റ്റാണ്. ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇതിനോടൊപ്പം തന്നെ കുരുവും ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. വഴുക്കുണ്ട് കേട്ടോ, അപ്പം നല്ല ബുദ്ധിമുട്ട്. അത്രയും ഉണങ്ങാണ്ട് ഇതൊക്കെ തൊലിയൊക്കെ കളയാന്ന് വെച്ചാൽ, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും വിചാരിക്കണം. ഇതിൻ്റെ ഇതും കുരുവും കൂടി ഇടുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ വളരെ ഹെൽത്തിയുമാണ്. ചക്കയും ചക്കക്കുരുവൊന്നും ഒരിക്കലും നമ്മൾ വേസ്റ്റേജ് ചെയ്യരുത്. കേട്ടോ, അപ്പം 2-3 പീസാക്കിയപ്പോൾ വന്നിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരുവിലൊക്കെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് ചക്കക്കുരു. നമ്മൾ ചോറ് അരി കഴിക്കണമെന്നില്ല, ഇതൊക്കെ കഴിച്ചാൽ ധാരാളം കേട്ടോ. ഞാനങ്ങനെ എല്ലാ കുരുവും അതും എല്ലാം കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ കൊട്ടിക്കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1 കപ്പ് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശർക്കര പാനി ഉരുക്കി വെച്ചത് അരച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഞാനിതൊന്ന് വേവട്ടെ, മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ വേവണ്ട, എന്നാലും ഒന്ന് വെന്തായാലേ ഇത് കിട്ടുള്ളൂ. ഇതെല്ലാം ഒന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. 3-4 ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ 1 നുള്ളുപ്പ്, ചതച്ച ഏലക്കായ, 1 മുറി തേങ്ങ, ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഞാൻ വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഈ വെള്ളം ഒന്ന് പറ്റി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യോടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇല, മഞ്ഞളിൻ്റെ ഇലയോ മാങ്ങയിഞ്ചിയുടെ ഇലയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിൽ മടക്കിയെടുക്കണം. ഇല എടുത്തുനിന്ന് നന്നായിട്ട് അടുപ്പിൽ വെച്ചൊന്ന് വാട്ടിയെടുത്തതാണ്. എന്നിട്ട് അതിനെ 2 ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തു. ഇതിൻ്റെ തണ്ടൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലത്തതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു. നന്നായി വൃത്തിയായി കഴുകി അങ്ങനെ സ്പൂണിൽ വെച്ച് കൊടുക്കാം. 1 2 ഒന്ന് ഷേപ്പാക്കി കൊടുത്തു. ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ അതേപോലെ മടക്കിയിട്ട് 2 ഭാഗം അങ്ങനെ മടക്കി ഷേപ്പായി മടക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. വാഴൻ്റെ ഇല ഇല്ലെങ്കിലും വീട്ടിൽ എന്ത് ഇലയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്നുള്ളതാണ് കേട്ടോ. ഇതങ്ങനെ എല്ലാം ഞാൻ മടക്കിയെടുത്തു. ഇഡ്ഡലി ചട്ടി എടുത്ത് നമുക്കൊരു സ്റ്റീമർ വെച്ച് കൊടുത്തു. എല്ലാം വെച്ച് കൊടുത്തു, മൂടി വെച്ച് കൊടുത്തു. അടുപ്പത്തുകൊണ്ട് വെച്ച് തീ കത്തിക്കാം.
ആദ്യം നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ.